ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നാണ് ഇവിടുത്തെ ബയോണിലെ ഓണം സെലിബ്രേഷൻ. അപ്പം അതിന് വേണ്ടി പോവുകയാണ്. രാവിലെ ഫുൾ ഓട്ടത്തിലായിരുന്നു. അവിടെ പോയിട്ട് വേണം ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ. ഇതാ ഒരാളിവിടെ മാവേലി കുട പിടിച്ച് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഞങ്ങളിവിടെ അടുത്തുള്ളൊരു പാർക്കിലാണ് കേട്ടോ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കുറച്ച് പേര് നേരത്തെ വരാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എല്ലാവരും എത്തുന്നതിന് മുന്നേ ആ ഒരു ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ഡെക്കറേഷൻ. ഒരു കേരള ഓണം വൈബ് കിട്ടാൻ വേണ്ടി ഞങ്ങളെ കൊണ്ട് ഇവിടെ ഒപ്പിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ടിഷ്യൂ പേപ്പർ പൂക്കളം ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ആർട്ടിഫിഷ്യൽ പറ, പിന്നെ മാരിഗോൾഡ് ഫ്ലവേഴ്സ്, സുകന്യയുടെ വീട്ടിൽ ഹാർവെസ്റ്റ് ചെയ്ത കുറച്ച് തക്കാളി, പിന്നെ ഒരു കുഞ്ഞിയ ആന, സെറ്റുമുണ്ട്, ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊരു കേരള വൈബ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും എത്തി, കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ സദ്യയിലേക്ക് കടന്നു. സദ്യ എന്ന് പറഞ്ഞാൽ പോട്ട്ലക്കാണ്. നമ്മൾ ഓരോരുത്തരായിട്ട് 1-2 ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കി കൊണ്ടുവരുമായിരുന്നു. പാർക്കിൽ തന്നെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ എക്സ്ട്രാ ടേബിൾ ചെയറൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ റിയൽ വാഴയിലയിൽ തന്നെയാണ് സദ്യ കഴിക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ പേപ്പർ വാഴയിലയിലാണ് കഴിച്ചത്. അപ്പോൾ അതൊരു വലിയ പ്രത്യേകതയാണ്. കാരണം നമുക്ക് ഈ ഒരു ഇലയിൽ കഴിക്കുമ്പോഴാണ് നമുക്കൊരു തൃപ്തി കിട്ടുക. ഒരു സദ്യ കഴിച്ചൊരു തൃപ്തി കിട്ടണമെങ്കിൽ നമ്മുടെ വാഴയിലയിൽ തന്നെ കഴിക്കണം. സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എല്ലാ തവണത്തെയും പോലെ കുറച്ച് ഓണം ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗെയിംസ് ആണല്ലോ മെയിൻ. നമ്മുടെ നാട്ടിൽ നടക്കണ പോലെ വടംവലി, ഉറിയടി ഇതൊന്നും നമുക്ക് നടത്താൻ പറ്റില്ലെങ്കിലും കുറച്ച് വെറൈറ്റി ഗെയിംസൊക്കെ ഇത്തവണ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഗെയിം തന്നെ ഈ ഒരു ശ്രീമാൻ, ശ്രീമതി, അതുപോലെ മലയാളി മങ്ക, മനസ്സിലെന്താ പറയാറില്ല, അങ്ങനത്തെ ഒരു ഗെയിമില്ലേ. അപ്പോൾ അതിൽ ആരാണൊരു മലയാളിത്തം തുളുമ്പുന്ന പോലെ ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിട്ടുള്ളതെന്ന് നമ്മൾ വോട്ട് ചെയ്യലായിരുന്നു ഫസ്റ്റ് ഗെയിം. അപ്പോൾ അതിൽ നമ്മൾ ഹസ്ബൻഡിന് വോട്ട് ചെയ്യാൻ പറ്റില്ല, വേറെ ആർക്ക് വേണമെങ്കിലും നമുക്ക് വോട്ട് ചെയ്യാം. അപ്പോൾ അതിൽ ആരാണ് വിൻ ചെയ്യുന്നത് അതാണ് ഗെയിം. ഇത് നേരെ തിരിച്ചു വുമൻസിനും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മാൻഡേറ്ററി കസേരക്കളി, അതെല്ലാ തവണയും കളിക്കുന്നതാണ്. അതും നല്ല രസമായിരുന്നു. ഇത് കൂടാതെ കുറച്ച് ഗെയിംസും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഞാൻ വീഡിയോ എടുത്തില്ല. കുറച്ചും കൂടി ഇൻട്രാക്റ്റീവ് ഗെയിംസ് ആയിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഗെയിം കോർഡിനേറ്റേഴ്സിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയണം. അങ്ങനെ ഇത്തവണത്തെ ഓണം ഞങ്ങൾ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു കേട്ടോ. എനിക്ക് തോന്നുന്നു മറുനാട്ടിലുള്ള ആൾക്കാരാണ് ഓണൊക്കെ ഇങ്ങനെ ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാനൊന്നും നാട്ടിലൊന്നും ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. കോളേജൊക്കെ പഠിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ടൊരു എല്ലാവരും കൂടി വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കഴിച്ച് അമ്പലത്തിലൊക്കെ പോയി, അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു സെലിബ്രേഷൻ. പക്ഷേ ഇതുപോലെ നമ്മൾ ഗെയിംസൊക്കെ കളിച്ച് ഒരു വലിയ സദ്യ ഡെക്കറേഷനൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. കാരണം നമ്മളെല്ലാ മലയാളികളും കൂടി നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയ ആഘോഷമാണ് ഓണം. അപ്പം അത് നമുക്ക് മിസ്സാക്കാൻ പറ്റില്ലല്ലോ. അപ്പം അത് കാരണം തന്നെ അത് മാക്സിമം ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഞങ്ങളുടെ ഓണം സെലിബ്രേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.